ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം തന്നെ നടക്കും എന്നത് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവനുള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങൾ. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിലവിൽ കോൺഗ്രസിന് 19 എണ്ണം, LDFന് ഒരെണ്ണം. 20ൽ 20 സീറ്റുകളും നേടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി വേരുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഉള്ളത്. 1 എന്ന സംഖ്യ വർദ്ധിപ്പിച്ച് വീണ്ടും ഒരുപാട് സീറ്റുകൾ നേടുക, അല്ലെങ്കിൽ 20ൽ 20 സീറ്റുകളും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് LDFും പല തന്ത്രങ്ങളും പയറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവകേരള സദസ് അടക്കമുള്ള യാത്രകൾ. അതിനോടൊപ്പം തന്നെ അതായത് അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരത്തിന് വേണ്ടി കളമൊരുക്കുന്നു BJP എന്ന് വേണം ഇവിടെ പറയാൻ. കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് LDF എന്ന തരത്തിലായിരുന്നു കാലങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളവ നടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ, നിലവിലത്തെ അവസ്ഥ അങ്ങനെയല്ല. BJP കേരളത്തിൽ അതീവ ശക്തിയായി വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും ശക്തമായ രീതിയിൽ വേരുറപ്പിക്കുവാൻ തയ്യാറെടുത്ത് തന്നെയാണ് BJP നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യ ഒട്ടുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം പോലെ മാറിയിരിക്കുകയാണ് ശ്രീരാമക്ഷേത്ര നിർമ്മാണം. ആ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ പല ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെ അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വലിയ കുടുക്കിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വീക്ഷിക്കുമ്പോൾ അതെല്ലാം തിരഞ്ഞെടുപ്പിലേക്കാണ് അതിൻ്റെ ദൃഷ്ടി പതിയുന്നത്. അത്തരത്തിൽ തിരഞ്ഞെടുപ്പിനെ വളരെ ശക്തമായി രാഷ്ട്രീയപരമായും അല്ലാതെയും സംഘടനാപരമായും ഒക്കെ നേരിട്ട് തോൽപ്പിച്ച് ഇവിടെ 20ൽ 20 ഇടങ്ങളിലും വരിക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJPയും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി കേരളത്തിൽ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിനെങ്കിലും അധികാരത്തിൽ വരണം എന്ന ഉറച്ച തീരുമാനമാണ് BJP എടുത്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇടതുപക്ഷം നവകേരള സദസ് നടത്തുമ്പോൾ, UDF കുറ്റവിചാരണ സദസ് നടത്തുമ്പോൾ BJP ഇവിടെ നടത്തുവാൻ പോകുന്നത് വികസന സദസ്സാണ്. അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ വികസന നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വരാൻ പോകുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായ രീതിയിൽ നേരിടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. BJP നടത്തുവാൻ പോകുന്ന വികസന സദസ്സിൽ കലാ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പൗരപ്രമുഖരായിട്ടുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനത്തിലാണ് BJP. വികസന സദസ് ആരംഭിക്കുക ഈ വരുന്ന 27-ാം തീയതിയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന വികസന സദസ്സിന് നേതൃത്വം നൽകുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ, നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ വികസന യാത്ര നടക്കും. സദസ്സിനെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ചിലരെ യാത്രയിലും അതിനോടൊപ്പം തന്നെ മറ്റ് പരിപാടികളിലും പങ്കെടുപ്പിക്കുക എന്ന ഉദ്ദേശം കൂടി BJPക്കുണ്ട്. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും ജനങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കുക എന്നതാണ് ഈ വികസന സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കൂടാതെ അതിനോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ, കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ പലതരത്തിലുള്ള ജനദ്രോഹപരമായ നിലപാടുകളെപ്പറ്റിയും ഒപ്പം കോൺഗ്രസിനെയും ശക്തമായും എതിർക്കുന്ന രീതിയിലുള്ള ചർച്ചകളും അതിനോടൊപ്പം തന്നെ വേദികളും അവിടെ ഒരുങ്ങുമെന്നത് നിസ്സംശയം പറയാം. അതായത് തൃശ്ശൂരിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ ഉണ്ടായ ഒരു വലിയ പ്രകമ്പനം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ ഉണ്ടായ ഒരു വലിയ ജനസാഗരത്തെ കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും എത്തിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് വികസന സദസ്സ് മുൻപോട്ട് വെക്കുന്നത്. അടുത്ത ദിവസം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി എത്തും. അങ്ങനെ കേരളത്തിലെ നേതാക്കന്മാർക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ പ്രധാനമന്ത്രിയുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ പ്രധാനമന്ത്രി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ചില ചിത്രങ്ങളാണ് BJP ഇവിടെ വ്യക്തമാക്കുന്നത് എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ യാത്രയിൽ ഉടനീളം SC വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുകയും അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലെയും പ്രശ്നങ്ങൾ, അത് ഏതൊക്കെ തരം പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നങ്ങളെ എല്ലാം കൃത്യമായി പഠിക്കാൻ ഒരു സമിതി രൂപീകരിക്കും. ആ സമിതിയിൽ BJPയുടെ നേതാക്കന്മാർ മാത്രമല്ല, മറ്റ് പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള
അതിന് കഴിവും പ്രാപ്തിയുമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സദസ്സ് രൂപീകരിക്കുവാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. തുറന്നൊരു വേദി ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖരായ ജനങ്ങളെ പാർട്ടിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട്, പാർട്ടി തലത്തിനൊക്കെ പുറത്തു നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരാമെന്ന് പറയാതെ പറയുകയാണ് BJP. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ വികസന സദസ്സിൽ കേന്ദ്ര നേതാക്കന്മാരടക്കമുള്ള പ്രമുഖരായവർ കൂടി പങ്കെടുക്കുമെന്നാണ് BJP അറിയിക്കുന്നത്. അതിൽ സ്മൃതി ഇറാനി, യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രശസ്തരായ കേന്ദ്ര നേതാക്കന്മാരടക്കമുള്ളവർ എല്ലാവരും പങ്കെടുക്കുക തന്നെ ചെയ്യും. എന്തായാലും BJP നോട്ടമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളായ തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട്, പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിലെല്ലാം BJP ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ശക്തരായ സ്ഥാനാർത്ഥികളിലേക്ക് എത്തുവാൻ വേണ്ടി കൂടിയാണ് വികസന സദസ്സ് നടത്തുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ എത്തുമ്പോഴും അവിടുത്തെ ബലകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബലഹീനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി പഠിച്ച് അവിടെ BJPക്ക് കൃത്യമായ ഒരു കളമൊരുക്കി കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടി വികസന സദസ്സിന് ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ, അതായത് BJPയുടെ അത്രയും വലിയ ശക്തി കേന്ദ്രങ്ങളായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലും കണക്കാക്കുവാനാണ് BJPയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളും രീതികളും സമ്മേളനങ്ങളും സദസ്സുകളും ഒക്കെയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചു വരിക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് BJPക്ക്.